പണ്ടെങ്ങാണ്ട് നയൻതാരക്കെതിരെ ഒരു നെഗറ്റീവ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പ്രദീപ് രംഗനാഥിനെതിരെ പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടിയിരുന്ന് വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് വിഘ്നേഷ് ശിവൻ ചെയ്തൊരു പ്രതികാരമാണ് ഇൻഷുറൻസ് കമ്പനി. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രദീപ് രംഗനാഥൻ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് 100 കോടി എന്നൊക്കെ പറഞ്ഞ് ലേലം വിളിച്ച് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇവൻ പണ്ട് എന്റെ പ്രിയതമയെ അപമാനിച്ചവനല്ലേ, ഇവനോട് ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് വിഘ്നേഷ് അണ്ണൻ പടച്ചുകൊണ്ട് വന്നൊരു സാധനമാണ് ഈ ലവ് ഇൻഷുറൻസ് കമ്പനി. ഇതിന്റെ കഥ എവിടം കൊണ്ട് കേട്ടിട്ടാണ് പ്രദീപ് രംഗനാഥൻ ഓക്കെ പറഞ്ഞതെന്ന് എനിക്ക് സിനിമ കണ്ട് തീരുന്നത് വരെ മനസ്സിലായില്ല. 2040 കഥ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ആർട്ട് ഡയറക്ടറോട് ചോദിച്ചു, സാർ ഈ 2040 നമ്മൾ എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത്? അപ്പൊ ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട, നമ്മുടെ ചെന്നൈ സിറ്റിയെ ഏതെങ്കിലും ഒരു GTA സിറ്റി ആക്കി മാറ്റുക, എന്നിട്ട് കുറെ ഡ്രോണുകളും കുറെ വിമാനങ്ങളും ഓരോ 2 സെക്കൻഡിൽ ഇങ്ങനെ മാറി മാറി പറന്നു കളിക്കുന്നത് കാണിക്കുക. 2040 ആയിരുന്നു. അങ്ങനെ 2040 ഈ 2040 വേറൊരു പ്രത്യേകതകളുണ്ട്. അമേരിക്ക പൂർണ്ണമായി നശിച്ചെന്ന് തോന്നുന്നു. അമേരിക്കയിൽ സായിപ്പന്മാരൊക്കെ നമ്മുടെ ചെന്നൈയിൽ വന്നിട്ട് കൊട വിൽക്കുന്നു. കൊട വിൽക്കുന്നു. ക്രിയേറ്റിവിറ്റി തന്നെ. പിന്നെ ഈ സിനിമയിലെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കിടിലൻ പേരിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. 2040 മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരു നായകൻ. ഇവിടെ 2020 തന്നെ ജനിച്ചു വീഴുന്ന കൊച്ച് കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചിട്ടാണ് പാല് കുടിക്കുന്നത് തന്നെ. അങ്ങനെ 2040 മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരു മൊണ്ണ നായകനും മൊബൈൽ ഫോണിൽ പെറ്റ് കിടക്കുന്ന ഒരു ന്യൂജൻ നായികയും. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു, ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു, അടിച്ചു പിരിയുന്നു, വീണ്ടും പ്രണയത്തിലാവുന്നു. ഇതാണ് കഥ. പക്ഷെ ഇതിനിടയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ട്. ലവ് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ലൈക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ്. ഈ ആപ്പ് വഴിയാണ് ആൾക്കാർ പ്രണയിക്കുന്നതും ആപ്പ് വഴിയാണ് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണോ നോക്കുന്നതും. ആപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രണയം സക്സസ് ആണ്, ആപ്പ് പറഞ്ഞില്ലെങ്കിൽ ആ പ്രണയം ഫ്ലോപ്പ് ആണ്, ആപ്പ് പറയുന്നതാണ് അവരുടെ കോമ്പാറ്റബിലിറ്റി സ്കോർ. അതൊക്കെ ഇങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ വെറുപ്പിക്കലാണ്. ഇവരുടെ രണ്ടുപേരുടെയും വെറുപ്പിക്കൽ പോരാഞ്ഞിട്ട് ഇടക്കിടയ്ക്ക് SJ സൂര്യയും ഒന്ന് വെറുപ്പിക്കലുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കായിരുന്നു. 2040 ആയതുകൊണ്ടാകും ഇടക്കിടയ്ക്ക് ഓരോ റോബോട്ടും വന്ന് വെറുപ്പിക്കുന്നുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും ഹാർട്ട് ടച്ചിങ് സീൻ എന്ന് പറയുന്നത് നായകനും നായികയും തമ്മിൽ കണ്ടുപിടുന്ന സീനാണ്. ലിറ്ററലി അത് ഹാർട്ട് ടച്ചിങ് സീനാണ്. കാരണം നായികയെ കാണുന്നതും നായകന് അറ്റാക്ക് വരും. കറക്റ്റാ, ഹാർട്ട് അറ്റാക്ക് വരും. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, മറ്റേ ഇടിച്ചു വീഴുന്നത്, തട്ടത്തിമറയത്തിൽ ഇടിച്ച് പടിഞ്ഞ് താഴെയായിട്ട് ആശുപത്രിയിലായിട്ട് കണ്ടുപിടുന്നതും അങ്ങനെ പലതരത്തിലുള്ള എൻകൗണ്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. നായികയെ കാണുമ്പോൾ നായകന് അറ്റാക്ക് വന്ന് വീഴുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. ധീരയുടെ ഒരു 144p വെർഷൻ ആയിരിക്കും പിടിച്ചേക്കുന്നത്. ഇവിടെ ധീരയില് രാംചരണിന് കാജലിനെ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. പക്ഷെ ഇവിടെ നായകന് നായികയുടെ പേര് കേട്ട കുളിര് കൊള്ളും. ഫോർ എക്സാമ്പിള് നായികയുടെ പേര് ധീമ എന്നാണ്. ധീമ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവൻ അവിടെ കിടന്ന് ഓർഗാസം കൊള്ളും. വേറെ ഒന്നും വേണ്ട, അവന് ധീമ എന്ന് കേട്ടാൽ മാത്രം മതി. എന്തോന്ന് പറയാം ഇതൊക്കെ. പിന്നെ പ്രദീപ് രംഗനാഥന്റെ സ്ഥിരം സ്റ്റൈൽ, നമ്മൾ കഴിഞ്ഞ 3 സിനിമകളായിട്ട് പ്രദീപ് രംഗനാഥനെ നമ്മൾ എങ്ങനെ കണ്ടോ അതേ മാനറിസം, അതേ ഡയലോഗ് ഡെലിവറി, അതേ അപ്പിയറൻസ്, അതേ സംഭവം എല്ലാം വന്നു തന്നെയാണ്. ഒരു മാറ്റമില്ല. ആകെയുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൃത്തിയുടെ സ്റ്റോറി ലൈൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പ് പറയും ഇവർ തമ്മിലുള്ള കോമ്പാറ്റിബിലിറ്റി സെറ്റ് അല്ല എന്ന് പറയും, ഇവർ ബ്രേക്കപ്പ് ആവും. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അണ്ണൻ ഇവളെ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം. അങ്ങനെ ഇവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നായകനും നായകന്റെ അച്ഛനും കൂടെ നടത്തുന്ന ഒരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. മദ്യത്തിന്റെ അല്ല, മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ. അവിടേക്ക് ഇവളെ കൊണ്ടുവരുന്നു, അവിടെ വെച്ച് ഇവളുടെ അഡിക്ഷൻ മാറ്റുന്നു, ഇവർ വീണ്ടും സെറ്റ് ആവുന്നു. ഈ സമയത്ത് നമ്മുടെ വില്ലന്മാർ വന്നിട്ട് നായകനെ ഇടിച്ചിടുന്നു, നായകൻ പട്ടിയെ പോകാതെ ഇടി കൊള്ളുന്നു. ഇത് കണ്ട് നായിക, ഞാൻ കാരണം അവനൊന്നും വരാൻ പാടില്ല, അവൻ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് അവനെ വിട്ടുപോകുന്നു. ഇത് കണ്ട നായകൻ, ഞാനൊരു വീരപുരുഷനാണ്, ഞാൻ ആക്ഷൻ കിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോയിട്ട് വില്ലന്റെ കമ്പനി പോയിട്ട് അവനല്ല അടിച്ചിടുന്നത്, അവന്റെ റോബോട്ടുകൾ അടിച്ചിടുന്നു. 2040 ആയില്ലേ, ഇപ്പോഴും നായകൻ വില്ലനോടും വില്ലന്മാരുടെ ഗുണ്ടകളോടും ഫൈറ്റ് ചെയ്യാതെ എന്താണ് ഒരു വെറൈറ്റി? അവിടെ കുറച്ച് വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നായകനെ നമ്മൾ റോബോട്ടുകളെ കൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. റോബോട്ടുകളെ നായകൻ വെറും കൈ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ലോജിക്കിന്റെ പ്രശ്നം വരും. അപ്പൊ നായകന് നമ്മളൊരു റോബോട്ടിക് ആം കൊടുക്കും. എന്നിട്ട് റോബോട്ടിക് ആം കൊണ്ട് നായകൻ റോബോട്ടുകളെ ഇടിച്ചിട്ടിട്ട് നായികയെ വിജയിക്കുകയാണ്. മാസ്. സത്യം പറഞ്ഞ വിഘ്നേഷ് ശിവനെ കൊണ്ട് മാത്രമേ ഇമാതിരി അപരാധങ്ങളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എടുപ്പിച്ചും ഫലിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ കണ്ടു തീരുമ്പം ഒരൊറ്റ ചോദ്യമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ, എനിക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു എന്ന്.